അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. 2022 8ാം ക്ലാസ്സിലെ ഫിഖ്ഹിൻ്റെ അർദ്ധവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ പരിശോധിക്കാം. കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. 4-ൽ 1 മദ്ഹബ് പിന്തുടരൽ ജായിസ്, സുന്നത്ത്, വാജിബ്. 2 ജനാബത്ത് കൊണ്ട് പ്രത്യേകം ഹറാമാകുന്ന കാര്യം അസ്സൗമു, ഖിറാഅത്തുൽ ഖുർആൻ, അത്വലാഖു. അതായത് നോമ്പാണോ, ഖുർആൻ പാരായണമാണോ, ത്വലാഖാണോ ജനാബത്ത് കൊണ്ട് പ്രത്യേകം ഹറാമാകുന്ന കാര്യം. ഇനി തയമ്മും ശർആക്കപ്പെട്ട ഹിജ്റ വർഷം 6-4-2. 4 ഫർള് കിഫായയുടെ ഉദാഹരണം സ്വലാത്തുൽ വിത്ർ, സ്വലാത്തുൽ ജുമുഅ, സ്വലാത്തുൽ ജനാസ. 5 മായുസാബു അലാ ഫീലിഹി വ യുആഖബു അലാ തർക്കിഹി. മായുസാബു അലാ ഫീലി പ്രവർത്തിച്ച കൂലി കിട്ടും, വയുആഖബു അലാ തർക്കി ഒഴിവാക്കിയ ശിക്ഷിക്കപ്പെടും. അതിനെപ്പറ്റി എന്താ പറയുക? സുന്നത്ത്, വാജിബ്, ഹറാം. 6 ശേഷം വളു സുന്നത്തുള്ള കാര്യം ഗളബാണോ, അദാൻ, ദിക്റുള്ള. ശേഷം വളു സുന്നത്തുള്ള കാര്യം ഗളബ് ദേഷ്യം പിടിക്കുക, അദാന് ബാങ്ക് വിളിക്കുക, ദിക്റുള്ളാഹി അള്ളാഹിന് ദിക്റ് ചെല്ല. അപ്പോൾ ഇതിൻ്റെ ചോദ്യോത്തരങ്ങൾ ഞാനിപ്പോൾ പറയുന്നില്ല, അത് നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, അതൊന്ന് മനസ്സിൽ കൊണ്ടുവന്ന് അതിൻ്റെ ഉത്തരങ്ങൾ അറിയുമോയെന്ന് പരിശോധിക്കുക. അതിൽ കമൻറ്റിലായിട്ട് എന്ത് ചെയ്യുക, രേഖപ്പെടുത്താം. ഇനി ചേരുംപടി ഇറക്കാനാ വുജൂബു സ്വലാ, അൽ ഖുബുസു, അൽ മന്ദൂബു, അൽ മുബാഹു, അൽ ബാലിഉൽ ആഖിലു. അടുത്ത അൽ ഹലാൽ, അൽ മുക്കല്ലഫ്, അൻ നജസ്, അസുന്നത്ത്, മാലൂമു മിനദ്ദീനി. 7ാമത്തെ വുജൂബു സ്വലാ നിസ്കാരം നിർബന്ധമാകൽ. അത് ബന്ധപ്പെട്ടത് ഏതാ? ഹലാൽ എന്ന് വെച്ചാൽ അനുമോദനം, മുക്കല്ലഫ് പ്രായപൂർത്തിയും ബുദ്ധിയുള്ള ആൾ, നജസ് അറിയില്ലേ, നജസ് തന്നെ. സുന്നത്ത് നജസ്സുള്ള മാലിന്യം എന്നാണല്ലോ, സുന്നത്ത് എന്ന് വെച്ചാൽ സുന്നത്തായ കാര്യം, മാലൂമ മിനദ്ദീനി ദീനിൽ അറിയപ്പെട്ടത്. അൽ ഖുബുസു, അൽ മന്ദൂബു, അൽ മുബാഹു, അൽ ബാലിഉൽ ആഖിലു. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? അതിനോട് യോജിച്ചത് എഴുതുക അല്ലേ. ചില വാക്കുകളുടെ എന്താണ് നിർവചനമാകാം, ചില വാക്കുകളുടെ അർത്ഥമാകാം, അല്ലെങ്കിൽ ചില വാക്കുകളുടെ പര്യായപദങ്ങളാകാം, പല രീതിയിലാണ്. മന്ദൂബ്, മുബാഹ്. മന്ദൂബിന് നമ്മൾ പഠിച്ച പേര് വേറെ ഉണ്ട്, മുബാഹിന് വേറെ പേര് പഠിച്ചിട്ടുണ്ട്. ഖുബസിൻ്റെ അർത്ഥമുണ്ട് അവിടെ. ബാലിഉൽ ആഖിൽ എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ നിർവചനം, അതിപ്പുറം കൊടുത്തിട്ടുണ്ട്. വുജൂബുസ്സലാത്ത് നിസ്കാരം നിർബന്ധമാകൽ ആകുന്നത് ഡാഷ് അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ചിന്തിച്ച് മനസ്സിലാക്കാം. എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ കിതാബ് നോക്കി ഒന്നെന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇനി പൂരിപ്പിക്കാനാണ്. ആലിമു ഖുറൈശിൻ യംലൗ ഡാഷ് ഇൽമ. ഒരു ഹദീസില്ലേ, ഒരു ഖുറൈശി പണ്ഡിതൻ യംലൗ അദ്ദേഹം നിറക്കും. അങ്ങനെ അതിൻ്റെ ബാക്കി ഇൽമൻ ഇൽമിനാൽ നിറക്കും. അവിടെ എന്തോ വിട്ടുപോയിട്ടുണ്ട്, അത് പൂരിപ്പിക്കാം. ഇനി 13 സുബ്ഹാനല്ലദീ. അപ്പോൾ ഈ ആലിമു ഖുറൈശിൻ എന്ന അതിൻ്റെ ഹദീസാണത് അല്ലേ. ഇനി സുബ്ഹാനല്ലദീ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. സുബ്ഹാനല്ലദീ അതെങ്ങനെ വമാ കുന്നാ ലഹു മുഖ്രിനീൻ? വാഹനത്തിൽ കയറുമ്പോൾ ദിക്റാണല്ലോ അത്. ഇനിയിപ്പോൾ അലസുന്നത്ത് മായിസാബു അലാ ഫീലിഹി ലാഷ് അലാ തർക്കി. സുന്നത്ത് എന്ന് വെച്ചാൽ അതിൻ്റെ നിർവചനമാണ് പറഞ്ഞത്. പ്രവർത്തിച്ചാൽ കൂലിയുണ്ട്, പിന്നെ ബാക്കി എന്താ, അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ എഴുതാം അതിൻ്റെ നിർവചനം കേട്ടോ. ഇനി 15 മുസാഫിനെ ബഹുമാനിച്ച് എഴുന്നേറ്റ് നിൽക്കൽ ഡാഷാണ്. അതിൻ്റെ വിധി എന്താ? മുസാഫിനെ ബഹുമാനിച്ച് എഴുന്നേറ്റ് നിൽക്കൽ. നമ്മൾ പറഞ്ഞില്ല, പണ്ഡിതനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ മുസാഫിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക എന്നല്ല, അതിനേക്കാൾ വലിയ ഏറ്റവും ബന്ധപ്പെട്ടതാണെന്നുള്ളത് പറഞ്ഞില്ലേ. ഇനി 16 അൽമാവു തഹൂറിന് ഡാഷ് എന്നും പേരുണ്ട്. തഹൂറായ വെള്ളത്തിന് ഒരു പേര് കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താണ് ആ പറഞ്ഞത്? ഇനി 17 വൻസൽനാ മിനസ് സമാഇ ഡാഷ് തഹൂറ. അവിടെ എന്തോ വിട്ടുപോയിട്ടുണ്ട്. ആകാശത്ത് നിന്ന് നാം ഇറക്കി തഹൂറായ എന്തിനെന്ന് അവിടെ വിട്ടുപോയില്ലേ, അതൊരു ആയത്താണ്. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. 2 കുല്ലത്ത് വെള്ളം ഏകദേശം എത്ര ലിറ്ററാണ്? 18ാമത്തെ ചോദ്യം. നമ്മൾ ലിറ്റർ കണക്കും പറഞ്ഞു, അതുപോലെ തന്നെ അളവിൻ്റെ കണക്കും പറഞ്ഞു. എത്രയാണ് ഏകദേശം? 2 കുല്ലത്ത് വെള്ളം എന്ന് വെച്ചാൽ ഏകദേശം എത്ര ലിറ്റർ ഉണ്ടാകുന്നു? 19 ഹുഫ തടവുന്നതിന് ഷർത്തുകൾ എത്ര? ഹുഫ തടവുന്നതിൻ്റെ ഷർത്തുകൾ എത്ര എണ്ണം എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഇനി 20 നിസ്കാരത്തിൻ്റെ നിർബന്ധത്തെ നിഷേധിച്ചവൻ ആരായിരിക്കും? നിസ്കാരം നിർബന്ധമാണെന്നതിനെ നിഷേധിച്ചവനെ പറ്റി എന്താ പറയുക? 21 വാജിബിന് പറയപ്പെടുന്ന മറ്റൊരു പേര്. വാജിബിന് മറ്റൊരു പേരുണ്ടല്ലോ, എന്താണത്? 22 വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവനെ രക്ഷപ്പെടുത്താൻ നിസ്കാരം പിന്തിക്കുന്നതിൻ്റെ ഹുക്മ് വിധി എന്താണ്?
ഇനി 23 ഹൈദ് അവസാനിച്ചാൽ കുളിക്കുന്നതിന് മുമ്പ് അനുവദനീയമായ കാര്യങ്ങളിൽ ഒന്ന്. ഹൈദ് അവസാനിച്ചാൽ കുളിക്കുന്നതിന് മുമ്പ് അനുവദനീയമായ കാര്യങ്ങളിൽ ഒന്ന് ഏതാ? അവിടെ രണ്ടുമൂന്ന് കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ഏതാണത്? ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. 24 ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൻ്റെ സ്രോതസ്സുകൾ ഏതെല്ലാം? ഏതൊക്കെ കാര്യങ്ങളിൽ നിന്ന് ഇസ്ലാം കർമ്മശാസ്ത്രം പിടിക്കപ്പെട്ടത്, അതിൻ്റെ സ്രോതസ്സ് ഏതൊക്കെയാണ്? ഇനി 25 ത്വഹാറത്ത് എന്നാൽ എന്ത്? ശുദ്ധീകരണം എന്നാൽ എന്ത്? ആ നിർവചനം അറബിയിലും പഠിക്കാം. അതിൻ്റെ മലയാളം മലയാളം എഴുതിയാലും മതി. 26 ഹൈദ് നിഫാസ് കൊണ്ട് പ്രത്യേകം ഹറാമാകുന്ന കാര്യങ്ങൾ 2 എഴുതുക. ഹൈദ് നിഫാസ് കൊണ്ട് പ്രത്യേകം ഹറാമാകുന്ന കാര്യങ്ങൾ 2. നമ്മൾ പല രീതിയിൽ പറഞ്ഞു. ആദ്യം ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ, വലിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ, പിന്നെ ഹൈദ് നിഫാസ് കൊണ്ട് പ്രത്യേകം ഹറാമാകുന്ന കാര്യങ്ങൾ, അങ്ങനെയൊക്കെ പ്രത്യേകം വേറെ ആയിട്ട് പറഞ്ഞിട്ടില്ലേ? ഇനി 27 സാരം എഴുതാനാണ്. ലായ തദ്ഖുലുൽ മലായിക്കത്തു ബൈത്തം ഫീ സൂറത്തും വലാ കൽബും വലാ ജുനുബൻ. അതിൻ്റെ അർത്ഥം എന്താണ്? 28 വൊളൂ സുന്നത്തുള്ള കാര്യങ്ങളിൽ 4 എഴുതുക. വൊളൂ സുന്നത്തുള്ള കാര്യങ്ങളിൽ 4 എഴുതുക. ഇനി 29 വൊളൂ സുന്നത്തുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. വൊളൂ ശേഷം വൊളൂ ചെയ്യൽ സുന്നത്തുള്ള കാര്യമുണ്ട്, ചില കാര്യം ചെയ്യുന്നതിന് മുമ്പ് വൊളൂ സുന്നത്തുള്ള കാര്യമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണ്? വൊളൂ സുന്നത്തുള്ള കാര്യങ്ങളിൽ 4 എഴുതുക. ശേഷം ഉള്ളതാണ് വരുന്നത്. അതായത് വൊളൂ മുമ്പ് ചെയ്യുക അല്ലേ? ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി വൊളൂ ചെയ്യണമെന്ന് പറഞ്ഞില്ല, അതാണ് ആ ചോദ്യം. 29 നിസ്കാരം കറാഹത്തുള്ള 2 സമയങ്ങൾ ഏതെല്ലാം? 5ഓളം കാര്യങ്ങൾ പറഞ്ഞു, അതിൽ 2 എഴുതാനാണ്. 30 വൊളൂ ചെയ്യുന്നതിനിടയിൽ നിയ്യത്ത് ചെയ്തോ ഇല്ലയോ എന്ന് സംശയിച്ചാൽ എന്ത് ചെയ്യണം? വൊളൂ ചെയ്യുന്നതിനിടയിൽ നിയ്യത്ത് ചെയ്തോ ഇല്ലയോ എന്ന് സംശയിച്ചാൽ എന്ത് ചെയ്യണം? 31 വൊളൂ കുളി എന്നിവയ്ക്ക് പകരം തയമ്മും നിർബന്ധമാകും എപ്പോൾ? വൊളൂ കുളി എന്നിവയ്ക്ക് പകരം തയമ്മും ചെയ്യൽ നിർബന്ധമാകും എപ്പോൾ? ഇനി 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കാണ്. സ്വലാത്തു സബി കുട്ടിയുടെ നിസ്കാരത്തെപ്പറ്റി എഴുതാം. അതായത് എപ്പോഴും അവനോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം, അത് ആരുടെ ബാധ്യതയാണെന്നൊക്കെ പറഞ്ഞില്ല, ആ വിഷയം പറയാം. ഇനി 23 അൽ അഹ്സാൽ മസ്ന സുന്നത്തായ കുളികൾ. കുളി സുന്നത്തുള്ള കാര്യങ്ങൾ ഏതൊക്കെ? അവിടെ ഒരുപാട് കാര്യം പറഞ്ഞല്ലോ. ആ സുന്നത്തായ കുളികളെ പറ്റി പറഞ്ഞാൽ മതി. അല്ലെ ഏതൊക്കെ ദിവസങ്ങളിലാണ് എന്തിനൊക്കെയാണ് കുളി സുന്നത്താകുക? അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് ഈ ചോദ്യങ്ങൾ മനസ്സിലാക്കി കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.